Hello guys, welcome back to BST Vlogs. It's me Sebin here. എല്ലാവർക്കും ഒരു ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേരുകയാണ്. ഇന്നത്തെ നമ്മുടെ യാത്ര ഫ്രൈഡേ മാർക്കറ്റിലെ കുവൈറ്റിലെ ഏറ്റവും വലിയൊരു മാർക്കറ്റാണ്. അവിടെ പുതിയതും പഴയതുമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ലഭിക്കും. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ഞങ്ങൾ 4 പേരും വീട്ടിൽ നിന്നിറങ്ങി നേരെ ജർമ്മൻ ക്ലിനിക്കിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പ് ലക്ഷ്യമാക്കി. നമുക്ക് ബസ് കയറേണ്ടത് അവിടെ നിന്നാണ്. 51 നമ്പർ ബസ് കയറി നമുക്ക് നേരെ അൽറായിൽ ഇറങ്ങാം. അൽറായിൽ ആ മേൽപ്പാലം കയറി നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ലുലുവും കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് ചെല്ലുമ്പോഴാണ് നമുക്ക് ഫ്രൈഡേ മാർക്കറ്റ് കാണാൻ സാധിക്കുക. അങ്ങനെ നമ്മൾ നേരെ ബസ്സിൽ കയറി ബസ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ യാത്ര തുടർന്നു. നല്ല കാഴ്ചകളാണ്. ഇതിനു മുമ്പത്തെ നമ്മുടെ മാരിയയ്ക്ക് പോകുന്ന വീഡിയോയിൽ കാണിച്ചത് അതേ റൂട്ടായതുകൊണ്ടാണ് അധികം റോഡും കാര്യങ്ങളൊന്നും കാണിക്കാതിരുന്നത്. അങ്ങനെ നമ്മൾ നേരെ ബസ് അൽറായി എത്തി. അങ്ങനെ നമ്മൾ ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങി. ബസ്സിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി നമ്മൾ കുറച്ച് മുമ്പോട്ട് നമ്മുടെ പാലം കയറാൻ വരുമ്പോഴത്തേക്ക് ബ്രിഡ്ജ് കയറാൻ വരുമ്പോഴത്തേക്ക് നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ഒരു ചിൽഡ്രൻസ് പാർക്കാണ്, ചെറിയൊരു പ്ലേ ഏരിയ ആണ്. അങ്ങനെ അത് കണ്ടപ്പോഴത്തേക്ക് എൻ്റെയും പെങ്ങളുടെയും ഒക്കെ മനസ്സിലുണ്ടായിരുന്ന ആ ചെറിയൊരു കുട്ടിത്തം വീണ്ടും ഉണർന്നു. അങ്ങനെ നമ്മൾ മെല്ലെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. അവിടുത്തെ ഊഞ്ഞാലിലും പിന്നെ സ്ലൈഡിലും ഒക്കെ നമ്മൾ ചെറുതായിട്ട് കുറച്ചേരം സമയമൊക്കെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ എല്ലാവരുടെയും മനസ്സിലെ കുട്ടിത്തം ഉണർന്നുകൊണ്ട് തന്നെ അമ്മയും അപ്പനും എല്ലാവരും ഊഞ്ഞാലാടി. ഞങ്ങളങ്ങനെ കുറച്ചു നേരം സമയം ഞങ്ങൾ അങ്ങനെ അവിടെ ചിലവഴിച്ചു. നല്ല ഓർമ്മകളാണ്. കാരണം നമ്മൾ എത്ര പ്രായമായാലും നമ്മുടെ ആ ഒരു ബാല്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അതൊരു എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ് നമുക്ക്. അങ്ങനെ നമ്മൾ അവിടുത്തെ സമയം ചിലവഴിച്ചുകൊണ്ട് നമ്മൾ പെങ്ങൾക്ക് സ്ലൈഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ സ്ലൈഡ് ചെയ്യാൻ വേണ്ടി അതിലേക്ക് കയറി. അവൾ അത് സ്ലൈഡ് ചെയ്ത് ഇറങ്ങി വന്നു. അങ്ങനെ കുറച്ചു നേരം നമ്മളവിടെ ചിലവഴിച്ചു. പിന്നെ ആ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് നമ്മൾ നേരെ ഓവർ ബ്രിഡ്ജ് കയറി നമ്മുടെ എന്താ പറയുക ഫ്രൈഡേ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തി. അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ ഫ്രൈഡേ മാർക്കറ്റിലേക്ക് കയറുന്ന കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളും ഒക്കെയാണ് നിങ്ങൾ ഇനി തുടർന്ന് കാണാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഡയഗ്രാമിലാണ് നമ്മുടെ ഫ്രൈഡേ മാർക്കറ്റിൻ്റെ ഏകദേശ രൂപം നമുക്ക് കാണാം. 17 കൂടാരങ്ങളായിട്ട് 20,000 സ്ക്വയർ ഫീറ്റിലാണ് അങ്ങനെ നമ്മൾ സ്ഥിതി ചെയ്യുന്നത്. ഫ്രൈഡേ മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ്. ഫ്രൈഡേ മാർക്കറ്റിലെ കാഴ്ചകളാണ്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെ ഫ്രൈഡേ മാർക്കറ്റിലുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ നമുക്കിവിടെ കാണാം. ക്രിസ്മസ് പ്രമാണിച്ച് ക്രിസ്മസിൻ്റെ ലൈറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ സെറ്ററാണ്. തണുപ്പ് തുടങ്ങി. അപ്പോൾ തണുപ്പിനുള്ള സെറ്ററും കാര്യങ്ങളും ഷൂസ് കാര്യങ്ങൾ ഇതിൽ പഴയതും പുതിയതുമായിട്ടുള്ള സകലമാന സാധനങ്ങളുമുണ്ട്. അതുപോലെ തന്നെ ഈ ഫ്രൈഡേ മാർക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 17 കൂടാരങ്ങൾ അല്ലെ 17 സെക്ഷനാണ് ഇവിടെ ഉള്ളത്. ആ 17 സെക്ഷനിലും 17 പ്രൊഡക്റ്റുകളാണ്, 17 തരം സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ നമ്മൾ ഫ്രൈഡേ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പം ഇടതുവശത്ത് കാണുന്നത് ഫുള്ള് ക്ലോത്തിൻ്റെ സെക്ഷനാണ്. അവിടെ നമ്മുടെ വലതുവശത്താണെങ്കിൽ നമുക്ക് വാച്ച്, ലൈറ്റ് അങ്ങനെയുള്ള ഫാൻസി ഐറ്റംസ്, കാർ ആക്സസറീസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം വളരെ എക്സ്പെൻസീവ് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള വാച്ചുകളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ നോക്കൂ, ഡയമണ്ട് പോലെയൊക്കെ തോന്നിക്കുന്ന രീതിയിൽ. പക്ഷെ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ടാവും. വീണ്ടും നമ്മൾ ബാഗിൻ്റെ സെക്ഷനിൽ നിന്നൊക്കെ പോയി. അപ്പോൾ ഇങ്ങനെ നമുക്ക് കാണാം ഇവിടെയൊക്കെ ഒരുപാട് സൺഗ്ലാസസിൻ്റെ ഒക്കെ കളക്ഷൻസ് കാണാം. ഒരുപാട് വെറൈറ്റി സൺഗ്ലാസസൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം. റേബാൻ്റെ ഒക്കെ എഴുതി വെച്ചേക്കുന്നത്. പക്ഷേ ഇതൊക്കെ മേ ബി ഒറിജിനൽ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കാം, ഒന്നും പറയാൻ സാധിക്കില്ല നമുക്ക്. ഒരുപാട് കളക്ഷൻസ് കാണാം. ഒരുപാട് വെറൈറ്റി സൺഗ്ലാസസിൻ്റെ ഒക്കെ കളക്ഷൻസ് ഉണ്ട് ഇവിടെ. നമുക്ക് പല ടൈപ്പിലുള്ള ഏവിയേറ്റർ ടൈപ്പ്, അതുപോലെ സ്ക്വയർ ടൈപ്പ്, പല ടൈപ്പിലുള്ളത് കാണാം. അങ്ങനെ നമ്മൾ ആ ഒരു സെക്ഷനൊക്കെ കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് മൊബൈൽ ആക്സസറീസ്, മൊബൈലിൻ്റെ കേസ്, ഹെഡ്സെറ്റ് കാര്യങ്ങളൊക്കെ തുടങ്ങിയ സാധനങ്ങൾ വിൽക്കാൻ വെച്ചേക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്റേഴ്സും പിന്നെ PD ചാർജിങ്ങും പവർ ബാങ്കും ഹെഡ്സെറ്റും കാര്യങ്ങളും എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഒരുപാട് ഇലക്ട്രോണിക്സ് പ്രൊഡക്ട്സിൻ്റെ കാഴ്ചകളുണ്ട് ഇവിടെ. അവിടെ നിന്നൊക്കെ മാറി നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന പെർഫ്യൂംസിൻ്റെ സെക്ഷനാണ്. ഒരു വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് പെർഫ്യൂംസ് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് നോക്കാം. പെർഫ്യൂമൊക്കെ നമ്മൾ ചന്തയിലൊക്കെ മീൻ കൂട്ടിയിട്ടിരിക്കുന്ന പോലെ കൂട്ടിയിട്ടാണ് ഇവിടെ സെയിൽ നടത്തുന്നത്. വളരെ റേറ്റ് കുറഞ്ഞ രീതിയിലുമാണ് ഇവിടുത്തെ സെയിൽസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എല്ലാ പ്രൊഡക്റ്റും നമുക്കിവിടെ അവൈലബിൾ ആണ്. സ്പ്രേ ഇതൊക്കെ കോപ്പിയാണ്, ഒറിജിനൽ അല്ല. മൊബൈൽ കേസിൻ്റെയും ഇലക്ട്രോണിക്സ് പ്രൊഡക്ട്സിൻ്റെയും ഒക്കെ ഷോപ്പും കാര്യങ്ങളൊക്കെ. വൈഡ് റേഞ്ച് ഓഫ് സ്പീക്കേഴ്സ്, ബ്ലൂടൂത്ത് സ്പീക്കേഴ്സാണ് ഇവിടെ വെച്ചേക്കുന്നത്. പല ബ്രാൻഡിൻ്റെ ഉണ്ട്.
നമുക്ക് നോക്കാം. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ തന്നെയുള്ള വൈഡ് റേഞ്ച് ഓഫ് സ്പീക്കേഴ്സ്, ചെറിയ മിനി സ്പീക്കേഴ്സ് തൊട്ട് വലിയ ടവർ സ്പീക്കർ വരെയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ലേഡീസിനൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സെക്ഷനാണ് ഇത്, ബ്യൂട്ടി സെക്ഷൻ. വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ഉണ്ട് ഇവിടെ എല്ലാത്തിൻ്റെയും. മസ്കാരയുടെ, ഐബ്രോയുടെ ആണെങ്കിലും അവരുടെ ഫൗണ്ടേഷൻസിൻ്റെ ആണെങ്കിലും ലിപ്സ്റ്റിക്കിൻ്റെ ആണെങ്കിലും എന്ത് വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ആണ് ഉള്ളത്. അവരുടെ മുഖത്തിടുന്ന ഏത് പ്രൊഡക്റ്റും ഇവിടെ കിട്ടും. ഇതിൻ്റെയൊക്കെ വളരെ വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് നമുക്ക് അതിൻ്റെ ഇവിടെ കാണാം. ഇതൊക്കെ സോളാർ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ലൈറ്റാണ്. പൈസ സോളാർ ലൈറ്റ് ആണ്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. ഒന്നും അല്ല, നമ്മളിപ്പം ഇത് ഫ്രൈഡേ മാർക്കറ്റിൻ്റെ 10-1 വിഷ്വൽ പോലും കണ്ടിട്ടില്ല. ലേഡീസിൻ്റെ ഒരുപാട് മാലയും കമ്മലും അങ്ങനെയുള്ള ഐറ്റംസ്, മൊബൈലിൻ്റെ ഐറ്റംസ്, ബാഗ്, പെർഫ്യൂം, പിന്നെ നമുക്ക് കാണാം നമ്മുടെ കിച്ചൺ ആക്സസറീസ്, അങ്ങനെയുള്ള സകലമാന സാധനങ്ങളും ഇവിടെ കിട്ടും. ഇനി നമ്മൾ കയറാൻ പോകുന്ന സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് വേണ്ടുന്ന ആക്സസറീസ്, അതുപോലെ മെത്ത, കട്ടില്, അലമാര, സോഫ സെറ്റ്, അങ്ങനെയുള്ള. ഇപ്പം നമ്മൾ ഈ കാണുന്ന മൊത്തം ഒരു പ്ലേയിങ് സെറ്റപ്പാണ്, പിള്ളേർക്ക് വേണ്ടിയുള്ള സെറ്റപ്പാണ് ഇതെല്ലാം. ഇവിടെ നമുക്ക് കാണാം സ്ലൈഡിങ്ങും പിന്നെ ഊഞ്ഞാലും കാര്യങ്ങളും, പിന്നെ നമുക്ക് ഇൻഡോർ ഗെയിമിങ്ങിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചേക്കുന്നത് കാണാം. ഇതൊക്കെ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ മേടിച്ച് വെച്ച് പിള്ളേർക്കൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് അതൊക്കെ. പിന്നെ അതുപോലെ തന്നെ കൊച്ചു പിള്ളേർക്ക് വേണ്ടിയുള്ള ഒരു ഹൗസും കാര്യങ്ങളും ഒക്കെ. പിന്നെ അതുപോലെ സ്പ്രിങ് മാട്രസ് അല്ല, ഇത് സ്പ്രിങ് ഇതാണ്, ബെഞ്ചാണ് പിള്ളേർക്കൊക്കെ ചാടി കളിക്കാൻ വേണ്ടിയുള്ള. പിന്നെ നമ്മുടെ ഒരു ചെറിയൊരു മിനി പ്ലേ ഗ്രൗണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ പിള്ളേർക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ വീടിനുള്ളിൽ ഇടാൻ പറ്റുന്ന ഡൈനിങ് ടേബിളും കാര്യങ്ങളും ഒക്കെയാണ്. അത് പല ടൈപ്പുണ്ട്, ഗ്ലാസ് ഉണ്ട്, മാർബിളുണ്ട്, വുഡൻ ഉണ്ട്, പല ഡിസൈനിലുള്ളതുണ്ട്. ഇതിൽ നമുക്ക് പുതിയതും പഴയതുമായിട്ടുള്ള ഫർണിച്ചർ ഇവിടെ അവൈലബിൾ ആണ്. പുതിയതും പഴയതുമായിട്ടുള്ള ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ വീട്ടിലിടാൻ പറ്റുന്ന സോഫാസ്, കോർണർ സോഫാസ്, നോർമൽ 3+1+1 രീതിയിലുള്ള സോഫാസും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ നമുക്ക് നോക്കാം, സ്റ്റീൽ വാൾഡ്രോബ്സ് ഉണ്ട്, അതുപോലെ തന്നെ വുഡൻ വാൾഡ്രോബ്സ് ഉണ്ട്. പിന്നെ സ്റ്റോറേജ് സ്പേസസ് അവൈലബിൾ ആണ് നമുക്കിവിടെ. വളരെ വെറൈറ്റി ആയിട്ടുള്ള രീതിയിലുള്ള സോഫാസും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ വീടൊക്കെ അലങ്കരിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെയാണ് ഇത്. കൂടുതലും കുവൈറ്റുകളുടെയൊക്കെ വീടുകളിലാണ് ഇങ്ങനെയുള്ള പ്രൊഡക്ട്സൊക്കെ ഇരിക്കുക. അവിടുന്ന് ത്രൂ ഔട്ട് ചെയ്യുന്നത് ഇവരിങ്ങനെ സെക്കൻഡ് ഹാൻഡ് റീഫർബിഷ് ചെയ്ത് വരുന്നതാണ് ഇതൊക്കെ. ഇതുപോലെ കെറ്റിലും കാര്യങ്ങളും ഇതെല്ലാം, അതുപോലെ വലിയ കിളിക്കൂടും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതൊക്കെ റിനോവേറ്റ് ചെയ്ത് വരുന്നതാണ്, പഴയത് പുതുക്കിയെടുത്ത് വരുന്നതാണ് ഇതൊക്കെ. പിന്നെ ഇങ്ങോട്ട് നോക്കിയാൽ നമുക്ക് നേരത്തെ കണ്ട പോലെ ബാൽട്രിയും കാര്യങ്ങളും ഒക്കെ ഇരിക്കുന്നത് കാണാം. ഈ കാണുന്ന മൊത്തം ഹോം അപ്ലയൻസസിൻ്റെ സെക്കൻഡ് ഹാൻഡ് കാര്യങ്ങളാണ്. നമുക്ക് 3-pin പ്ലഗ് പോയിൻ്റ്, അയൺ ബോക്സ്, അതുപോലെ തന്നെ ഹീറ്റർ അത് കാണാം, എക്സോസ് ഫാനും കാര്യങ്ങളും കാണാം, എയർ ഫ്രയർ കാണാം, ഹീറ്റർ കാണാം, സാൻഡ്വിച്ച് മേക്കർ കാണാം, മിക്സി കാണാം, എല്ലാ സാധനങ്ങളും കാണാം. ഇവിടെ നമ്മളിപ്പോൾ ഈ കാണുന്ന ഫുള്ള് ഒരു ടൂൾ ബോക്സിലേക്ക് വേണ്ടുന്ന സകലമാന സാധനങ്ങളുടെയും പഴയതും പുതിയതുമായ എല്ലാ സ്പാനറാണേലും നട്ട് ബോൾട്ട് ആണേലും പ്ലെയർ ആണെങ്കിലും സ്ക്രൂ ഡ്രൈവർ ആണെങ്കിലും നോസ് പ്ലെയർ ആണെങ്കിലും എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കാണാം. പിന്നെ പഴയ മോട്ടറും കാര്യങ്ങളും ഒക്കെ ഇവിടെ കാണാം. നമുക്ക് ഇതിൻ്റെ ഓരോ പർച്ചേസ് ചിലപ്പോൾ നല്ലതായിരിക്കും, ചിലപ്പോൾ മോശമായിരിക്കും, നമുക്ക് പറയാൻ പറ്റത്തില്ല. എല്ലാം നമ്മുടെ വിധി പോലെ തന്നെ ആയിരിക്കും നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന സാധനങ്ങളുടെ ക്വാളിറ്റി എന്ന് പറയുന്നതും. പിന്നെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് ഫ്രണ്ടിലോട്ട് ഇറങ്ങുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അവിടെ കണ്ട പോലെ തന്നെ ടി വിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഇവിടെ ഒരുപാട് ടി വി ഇങ്ങനെ അടുക്കി നിരത്തിയൊക്കെ വെച്ചിട്ടുണ്ട്, കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ടി വിയുടെ റിമോട്ടും കാര്യങ്ങളും വോൾ ബ്രാക്കറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ ഒരു കട അതിന് വേണ്ടി തന്നെ. പിന്നെ ജിം മെഷീൻസ് പിന്നെയും അതിൻ്റെ ഒരു സെക്ഷൻ വന്നേക്കാണ്. ഒരുപാട് ട്രെഡ്മില്ലും സൈക്കിളും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ജനറേറ്റർ, സുസുക്കിയുടെ ജനറേറ്റർ ഉണ്ട്, ഹോണ്ടയുടെ ഉണ്ട്, പിന്നെ പേരറിയാത്ത പല ബ്രാൻഡിൻ്റെയും ജനറേറ്റർ വലുതും ചെറുതായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് തുണി മുറിച്ച് കൊടുക്കുന്ന സെക്ഷനിലേക്കാണ്. നമുക്ക് അവിടെ നിന്ന് കുറച്ച് ഷർട്ടിനുള്ള തുണിയും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള നോക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്കത് പർച്ചേസ് ചെയ്യാം. നോക്കുമ്പോൾ പണ്ട് നമ്മൾ ഡിസ്കോ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്ന ടൈപ്പ് ഒരു സ്റ്റൈലുള്ള ക്ലോത്തും കാര്യങ്ങളൊക്കെയാണ് മേളിൽ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. കണ്ണിന് കാണുന്ന പോലെ എത്രത്തോളം നിങ്ങൾക്ക് ക്യാമറയിൽ കൂടെ കാണാൻ സാധിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇത് ഗ്രീൻ കളറാണ്, പക്ഷേ ക്യാമറയിൽ കാണുമ്പോൾ ഒരുമാതിരി ആഷ് പോലാണ് തോന്നുന്നത്. നമ്മളങ്ങനെ ഫ്രൈഡേ മാർക്കറ്റിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു തീർത്ത് നമ്മൾ നേരെ വെളിയിലേക്ക് ഇറങ്ങണം.